അനാവശ്യത്തിന് കറങ്ങുന്നതിന് പകരം ഒഴിവ് കിട്ടുന്ന സമയം ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കണം യുവാക്കളെ. നിഅമതാനി മഗ്ബൂനും ഫീമാ കബീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളിൽ പലരും ചതിയിൽ പെട്ടുപോകുന്നു. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ സുന്നത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ കഴിയൂല, പള്ളിയിലേക്ക് നടന്നു പോകാൻ കഴിയൂല, സ്റ്റെപ്പ് കയറാൻ കഴിയൂല, അതുപോലെ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ടത്. ആരോഗ്യം വെറുതെ നഷ്ടപ്പെടുത്തിക്കൂടാ. ഒഴിവ് സമയം അനാവശ്യത്തിന് ചെലവഴിച്ചുകൂടാ. തരക്കേടില്ലായിരുന്നു. എൻ്റെ ആയുസ് എത്രയാണെന്ന് വല്ല പിടുത്തവുമുണ്ടെങ്കിൽ ഉണ്ടോ സുഹൃത്തുക്കളെ? ഞാനൊരു മാസം മുമ്പ്, ഒരു മാസമായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, സുള്ളിയയിൽ പോയപ്പോ, കർണാടകയിലെ സുള്ളിയിൽ പോയപ്പോ എൻ്റെ സ്റ്റേജിലുണ്ടായിരുന്ന തങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതേ വീട്ടിൽ തന്നെ സുബ്ഹാനല്ലാഹ് 2 ദിവസം മുമ്പ് ചെറിയ പ്രായമുള്ളൊരു പെൺകുട്ടി മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്ര ആളുകളെ നമുക്ക് പറയാൻ കഴിയും. പ്രായത്തിന്റെ കണക്കുണ്ടോ മരണത്തിൽ? ഏത് സമയത്താണ് മരണമെന്നറിയില്ലെങ്കിൽ ചോദിക്കട്ടെ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതില്ലേ? നമ്മൾ ഒഴിവ് സമയങ്ങൾ ഖുർആൻ ഓതാൻ നോക്കണം, ഒഴിവ് സമയങ്ങൾ ദിക്റ് ചൊല്ലാൻ നോക്കണം, ഒഴിവ് സമയങ്ങൾ ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ നോക്കണം. നമുക്ക് എത്ര കാലമുണ്ടെന്നൊരു പിടുത്തമില്ലല്ലോ. ഏത് സമയത്ത് വന്ന് വിളിച്ചാലും യാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ. ആ ബോധത്തോടെ റബ്ബിന് നന്ദി ചെയ്തുകൊണ്ടാണ് ജീവിക്കേണ്ടത്. എന്നാൽ എവിടെയും ഒരാൾക്ക് അല്ലാഹു ഉത്തരവാദിത്വം കൊടുത്താൽ, അധികാരം കൊടുത്താൽ, ആ അധികാരത്തിന് കീഴിലുള്ളവരോട് അതേ നീതി പുലർത്തണം, അവരോട് നീതി പുലർത്തണം. ഒരു പള്ളിയിലെ ഉസ്താദ്, അതേ ആ ഉസ്താദ് ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണണം. പാവപ്പെട്ടവരോടും പണക്കാരോടും ഒരേ സമീപനമായിരിക്കണം. എല്ലാരോടും ഒരേ സമീപനം. പണക്കാര മക്കളോടും പാവപ്പെട്ടവരെ മക്കളോടും ഒരേ സമീപനമായിരിക്കണം. പണക്കാര മക്കൾക്ക് പ്രത്യേകം ഒരു ശ്രദ്ധയും പാവപ്പെട്ടവരെ മക്കൾ അവഗണിക്കുകയും ചെയ്യുന്ന ആളാകരുത്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ രംഗത്ത് ഏറ്റവും വലിയ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഖബർ ഉസ്ബെക്കിസ്ഥാനിൽ പോയാൽ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഖബറിന്റെ സമീപത്ത് പോയി ഇരുന്നു ഉസ്താദ് ഞങ്ങൾക്ക് ബുഖാരിയുടെ സനദ് അവിടെ നിന്ന് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സദസ്സിൽ മഹാനവറുകളെ ശിഷ്യന്മാരായി ധാരാളം ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ വേറെ ചില മുസ്ലിയാന്മാർക്ക് അസൂയുണ്ടായി. അസൂയ എന്ന് പറയുന്ന വലിയൊരു രോഗ. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വർഗം പണ്ഡിതന്മാരാണെന്നാ സാധാരണ പറയൽ. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ സാധാരണ പറയുന്ന. സാധാരണ അസൂയയുടെ ഒരു രൂപം എന്ന് പറയുന്നത് കച്ചവടക്കാർക്ക് കച്ചവടക്കാരോട് അസൂയ, മൊയിലാർക്ക് മൊയിലാരോട് അസൂയ, തങ്ങൾക്ക് തങ്ങളോട് അസൂയ, ജ്വല്ലറിക്കാരന് ജ്വല്ലറിക്കാരനോട് അസൂയ, തുണിപ്പീടിയക്കാരന് തുണിപ്പീടിക്കാരനോട് അസൂയ, അങ്ങനെ പച്ചക്കറി കച്ചവടക്കാരന് പച്ചക്കറി കച്ചവടക്കാരനോട് അസൂയ. അങ്ങനെയാണ് അസൂയ സാധാരണ ഉണ്ടാകുക. കടൽ പോകുന്ന തൊഴിലാളികളാണെങ്കിൽ ഒരു തൊഴിലാളിക്ക് മറ്റേ തൊഴിലാളിയോട് അസൂയ, ഒരു ശാസ്ത്രജ്ഞനാണ് മറ്റേ ശാസ്ത്രജ്ഞനോട് അസൂയ. അങ്ങനെയാണ് അതിൻ്റെ സാധാരണ സ്വഭാവം. എന്നാൽ ഇരിക്കട്ടെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അസൂയ വെച്ച പണ്ഡിതന്മാർ ബുഖാരി ഇമാമിനെ ഒന്ന് പ്രശ്നത്തിലാക്കണം എന്ന് തീരുമാനിച്ചു. അതിന് ഭരണാധികാരിയോട് പോയിട്ട് പറഞ്ഞു,
നിങ്ങളെ മക്കൾക്ക് വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറയണം, ഹദീസ് ഉത്തരാൻ പറയണം. അയാൾ നിങ്ങളനുസരിക്കൂല കേട്ടോ. ഫിത്തിന പറയാണ്, ഫസാദ് പറയാണ്. അയാൾ നിങ്ങളനുസരിക്കൂല കേട്ടോ. അപ്പോൾ ഈ ഭരണാധികാരിക്കും അങ്ങനെ ഒരാളുണ്ടായാൽ പറ്റും, ഒരു മൊയ്ലിയാർ അങ്ങനെ ഉണ്ടായാൽ പറ്റും. അങ്ങനെയുള്ള ഈ രാഷ്ട്രീയക്കാർക്ക് അവരെ കീഴിലായിരിക്കണം എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടായാൽ പറ്റുമോ? ഇമാം ബുഖാരിയെ വിളിച്ചു, വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഇമാം ബുഖാരി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിനെ തരം താഴ്ത്താൻ എനിക്ക് പറ്റൂല. എല്ലാ കുട്ടികളും വരുമ്പോൾ നിങ്ങളെ മക്കളും വന്നോളാം, പഠിച്ചോളാം. അല്ലാതെ നിങ്ങൾ ഭരണാധികാരിയാണ് വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന് ഹദീസ് കിർസ് നടത്തി റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ബഹുമാനം കുറക്കാൻ എനിക്ക് പറ്റൂല. ആ കാരണത്താൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് നാട് വിട്ടു പോകേണ്ടി വന്നു. സുഹൃത്തുക്കളെ, അസൂയക്കാരായ പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ച ബിനയാണ് ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. എത്ര വലിയ മഹാനാണ്! അവിടുന്ന് ജീവിതത്തിൽ അവിടുന്ന് പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഗീബത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പടച്ചവന്റെ മുന്നിലെത്തുമ്പോൾ എൻ്റെ ഒരു നിസ്കാരമോ എൻ്റെ നോമ്പോ എൻ്റെ ഖുർആനോത്തോ ഒരു സൽക്കർമ്മവും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് പടച്ചവന്റെ മുമ്പിൽ ഒരു പ്രതിപക്ഷവും എനിക്കുണ്ടാകൂല. ജീവിതത്തിൽ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, അവരൊക്കെയാണ് കേട്ടോ പടച്ച റബ്ബിന്റെ ഔലിയാക്കള്, മഹാന്മാര്. നേരെ മറിച്ച് സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പരമാവധി കുറ്റം പറയിപ്പിക്കാനും ചീത്ത പറയിപ്പിക്കാനും വേണ്ടി മാത്രം ഞാനും ശൈഖാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യാജന്മാരുണ്ട്. ഒരിക്കലും മുസ്ലിമീങ്ങൾ അതിൽ പെട്ടുപോയിട്ട് അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതേ. ആ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മഹാന്മാരൊക്കെ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചു. അള്ളാഹുവിൻ്റെ നിഅമത്തിന് ശുക്ർ ചെയ്തു. അതേ, ഒരു അവകാശവും അധികാരവും കിട്ടുമ്പോൾ അത് എല്ലാവരെയും ഒരുപോലെ കാണുകയല്ലാതെ പണക്കാര മക്കളോടൊരു വിവേചനം, പാവപ്പെട്ടവരോട് വേറൊരു വിവേചനം, അത് ഒരു പണ്ഡിതനോ ഒരു ഗുരുനാഥനോ ചെയ്യാൻ പറ്റൂല. ഭാര്യമാരോട് നല്ല പെരുമാറ്റമായിരിക്കണം. ഭാര്യമാരോട് കടികടി എന്നുള്ള സ്വഭാവം പാടില്ല. മക്കളോടും കടികടി എന്നുള്ള സ്വഭാവമല്ല വേണ്ടി, നല്ല സ്വഭാവം. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ, അങ്ങനല്ലേ ഖുർആൻ പഠിപ്പിച്ച സ്വഭാവം. അങ്ങനെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. എപ്പോഴും ഭാര്യമാർ അവർ നല്ല ക്ഷമയുള്ളവരാണ്. അവരെ ക്ഷമ പരിശോധിക്കാൻ പോകരുത്. ഭർത്താവ് നല്ല ക്ഷമയുള്ളവരാകണം. ചിലപ്പോൾ ഭാര്യയുടെ സ്വഭാവത്തിൽ ദൂഷ്യങ്ങളുണ്ടാകാം, ചിലപ്പോൾ ഭർത്താവിൻ്റെ സ്വഭാവത്തിലും ഉണ്ടാകാം. കാരണം എല്ലാവരും ഒരുപോലെയല്ല. പലരുടെയും സ്വഭാവം പല നിലക്കാണ്. ചിലർ പരുഷമായ സ്വഭാവമാണ്, പലരും ലോലമായ സ്വഭാവമാണ്. മൃദുലമായ സ്വഭാവമുള്ളവരാക്കെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. പരുഷമായ സ്വഭാവമല്ല വേണ്ടത്. നമ്മളെപ്പോഴും നല്ല എളിമത്തരത്തോടെയാണ് ജീവിക്കേണ്ടത്. എന്നാൽ എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കാനൊരു വഴിയുണ്ട്. അതെന്താണ്? ഭാര്യമാരെപ്പോഴും കരുതുക, എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവമുള്ള ഭർത്താവാണ് എന്ന് കരുതുക. അതേപോലെ തന്നെ ഭർത്താവും കരുതുക, എൻ്റെ ഭാര്യ നല്ല സ്വഭാവമുള്ള ഭാര്യയാണ് എന്ന് കരുതുക. എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. രണ്ട് ഭാഗത്തും അതുണ്ടാകണം. എങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഒരിക്കൽ ചെറിയ പ്രശ്നമുള്ള അതേ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും. ഇതേപോലെ ഒരിക്കൽ പരുഷമായി പെരുമാറുന്ന മുതലാളി കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും. അതേപോലെ ഇനി ഒരു തൊഴിലാളിക്ക് ചുണ്ടി പിടിച്ചാലോ മുതലാളിയും കുറച്ച് ക്ഷമിച്ചാലോ ഒന്നും വരുമൊന്നുമില്ല. നേരെ മറിച്ച് അയാളെ ഒരു നടപടിയെടുത്ത് 4 ദിവസത്തേക്ക് അയാളെ നടപടിയെടുത്ത് ഒഴിവാക്കി, എന്നിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം മധ്യസ്ഥം പറഞ്ഞ് തിരിച്ചെടുത്താൽ അയാൾക്ക് എപ്പോഴും ആ ഒരു വെറുപ്പ് മനസ്സിലുണ്ടാവും. അതിൻ്റെ മുന്നേ തന്നെ അദ്ദേഹത്തെ വെറുപ്പ് മനസ്സിൽ കൊടുക്കാതെ സംസ്കരിച്ചെടുക്കലാണ് നല്ലത്. അങ്ങനെ എവിടെയും മനുഷ്യൻ സൽസ്വഭാവത്തോടെയാണ് ജീവിക്കേണ്ടത്. ചിലരുണ്ട്, എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകുമ്പോഴേക്ക് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പുറത്താക്കല്ല വേണ്ടത്, അകത്താക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുറത്താക്കേണ്ടവരെ പുറത്താക്കണ്ടെന്നല്ല.
മറിച്ച് നമ്മൾ പരമാവധി നന്നാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു നിലക്കും നന്നാവൂല എന്ന് കണ്ടാലാ പുറത്താക്കല്. നിങ്ങളെങ്ങനെ പല്ലെടുക്കല്? പല്ലിന് വേദന വരുമ്പോൾ തന്നെ പല്ലെടുക്കലാ? അല്ല, കുറേ മരുന്നെല്ലാം കുടിച്ചു നോക്കും, ഒരു നിലക്കും ഇത് മുന്നോട്ട് പോകില്ല, ബാക്കിയുള്ള പല്ലും കൂടി വിഷമാവും തോന്നിയാലാ പല്ലെടുക്കൽ. അതുപോലെയാ പുറത്താക്കൽ എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് പുറത്താക്കലല്ല വേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും നീതി പുലർത്തണം, നല്ല സ്വഭാവത്തിലാകണം. അതാണല്ലോ അള്ളാഹുവിനുള്ള നന്ദി എന്ന് പറയുന്നത്. അത് ഭരണാധികാരികളെ നന്ദി, അതേ ഉത്തരവാദിത്വമുള്ളവരുടെ നന്ദി. അവദഫഇൽ മദറത്തി അൻഹും, ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ തടുക്കുക, അത് ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യമാണ്. വല്ലങ്കാദിൽ ലാഹിഖത്തിലഹും, അവർക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഭരണാധികാരികൾ നീക്കിക്കൊടുക്കുക. ഒരു മഹല്ലത്തിന്റെ ഭരണാധികാരിയാണെങ്കിൽ ആ മഹല്ലത്തിലുള്ള ജനങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയോ. അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, സാന്ത്വന പ്രവർത്തനം നടത്തുക, സാധുക്കളായ പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുക, സാധുക്കളായ ആളുകളുടെ രോഗചികിത്സക്ക് സഹായിക്കുക, അതൊക്കെ അള്ളാഹു തന്ന ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്തമുള്ളവൻ നന്ദിയുള്ളവനാകുന്നു. അവൻ അല്ലാഹു തആല ശാകിരീങ്ങളെ പ്രതിഫലം നൽകുന്നു. വഅമ്മൽ ഉലമാ, എന്നാൽ ആലിമീങ്ങളെ ശുക്ർ എങ്ങനെയാണ്, പണ്ഡിതന്മാരെ ശുക്ർ എങ്ങനെയാണ്? ഫതബ്ലീഗുൽ ഇൽമി ലിന്നാസി വഇർശാദുഹും ലിതാഅത്തില്ലാഹ്, ഇൽമ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് ആലിമീങ്ങളെ ഉത്തരവാദിത്വം. അതിൻ്റെ പുറമെ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് പുണ്യകർമ്മങ്ങളിൽ ജീവിക്കാൻ പ്രചോദനം നൽകലാണ് ആലിമീങ്ങളെ ഉത്തരവാദിത്വം. അതവർ നിർവഹിക്കുമ്പോൾ നന്ദിയുള്ള പണ്ഡിതനാകുന്നു. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ കൺവെൻഷൻ സെന്ററിൽ പാവപ്പെട്ട എന്നെ ക്ഷണിച്ച് ഇവിടെ സൗകര്യമൊരുക്കി തന്ന സംഘാടകരില്ലേ, അവരോട് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാകണം. എന്തേ കാരണം? ഈ ബാംഗ്ലൂരിലുള്ള കുറേ ജനങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുക എന്നത് എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് അല്ലാഹു തന്ന ചെറിയ അറിവ് അത് പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി തന്ന സംഘാടകർക്ക് ഈ പറയുന്ന ഞാനാണ് നന്ദി പറയേണ്ടത്, ഞാനാണ് സ്വാഗതം പറയേണ്ടത്. ഞാൻ നന്ദിയുള്ളവനാകണം. അതുപോലെ അള്ളാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം തരുന്ന ആളുകളുണ്ടല്ലോ, അതേ SYSന്റെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, SSFന്റെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, അങ്ങനെ സേവനം ചെയ്യാൻ നമ്മളെ തെരഞ്ഞെടുക്കുന്ന കൂടെയുള്ളവരുണ്ടല്ലോ, അവരോടാണ് നന്ദി കാണിക്കേണ്ടത്. രണ്ടാമതായി പറയട്ടെ, നമ്മൾ ഒരു മദ്രസയിൽ നമുക്ക് ജോലി കിട്ടിയാൽ ആ മദ്രസയിലെ കുട്ടികളെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് നമ്മളെത്തേണ്ടതുണ്ട്. നമ്മളെത്താത്തതിനാൽ കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാകാൻ അവസരമുണ്ടാക്കരുത്, കൃത്യമായി എത്തേണ്ടതുണ്ട്. ഒരു ഹോട്ടലിൽ ജോലി ഏറ്റെടുത്താൽ, ഇന്നലെ ഞാനൊരാളെ ഫോൺ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതാ 8:30 മണി 9 മണിക്കാണ് പണിക്കാര് വരുന്നത് എൻ്റെ ഷോപ്പിൽ. ആ ഷോപ്പിൽ നീ ഒരു 7:30 തന്നെ വരണമെന്ന് ഞാനൊരാളോട് പറഞ്ഞു, ഉത്തരവാദിത്തമേൽപ്പിച്ചു. അദ്ദേഹം കൃത്യമായി വരുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വരുന്ന സമയം മനസ്സിലാക്കാനുള്ള ഉപകരണം കൊണ്ടുവന്ന് വെച്ചു. പരിശോധിച്ചപ്പോൾ വൈകിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ശമ്പളം ഹലാലാകുമോ എന്ന് ഇന്നലെ രാത്രിയിൽ ഒരാൾ ഫോണിൽ ചോദിച്ചു. ഞാൻ പറയട്ടെ, തൊഴിലെടുക്കുന്നവരാകട്ടെ, സേവനം ചെയ്യുന്നവരാകട്ടെ, ശമ്പളത്തിന് പണിയെടുക്കുമ്പോ കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ ഉത്തരവാദികളാണ് കേട്ടോ. നിശ്ചയിച്ച സമയത്ത് മുമ്പ് തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എത്തണം. അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ അല്ലാഹു തആല നമ്മളെ നോക്കുന്നു എന്നും കാണുന്നു എന്നും ആ ഒരു ബോധത്തോടെ നമ്മുടെ ജീവിതം നയിക്കണം.